ഹായ് ഹലോ എല്ലാവർക്കും ക്വിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരള ചരിത്ര ഭാഗത്തെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏത്? ഉത്തരം, കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. ചേര സാമ്രാജ്യത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും സംസ്കാരത്തെ പറ്റിയുമുള്ള അറിവാണ് ഈ കൃതിയിലൂടെ ലഭിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1696 വേണാട് ഭരണാധികാരിയായിരുന്ന കേരളവർമ്മ തിരുവിതാംകോട് ശാസനത്തിലൂടെ നിരോധിച്ച ആചാരം? ഉത്തരം, പുലപ്പേടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന കൃതി? ഉത്തരം, തുഫത്തുൽ മുജാഹിദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അറബി ഭാഷയിൽ എഴുതിയ ചരിത്ര ഗ്രന്ഥമാണിത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയ ആദ്യ വിദേശികൾ? ഉത്തരം, അറബികളും ചൈനക്കാരും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ 1697 നടന്ന കലാപം? ഉത്തരം, അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ എതിർത്തുകൊണ്ടുണ്ടായ ഈ കലാപം കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ കലാപമായാണ് കണക്കാക്കപ്പെടുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ തലശ്ശേരിയിലെ സബ് കളക്ടർ? ഉത്തരം, തോമസ് ഹാർവി ബേബർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം? ഉത്തരം, ഹോർട്ടൂസ് മലബാറിക്കസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത്? ഉത്തരം, ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം ഇദ്ദേഹത്തിൻ്റെതാണെന്ന കാര്യം കൂടി ഓർക്കുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത്? ഉത്തരം, ബെഞ്ചമിൻ ബെയ്ലി. ഇദ്ദേഹമാണ് അച്ചടി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആര്? ഉത്തരം, കേണൽ ആർതർ വെല്ലസ്ലി. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹോർട്ടൂസ് മലബാറിക്കസ് രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആര്? ഉത്തരം, ഇട്ടി അച്യുതൻ. അടുത്തത് നമുക്ക് ഹോർട്ടൂസ് മലബാറിക്കസിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയാലോ. ഹോർട്ടൂസ് മലബാറിക്കസ് 17ാം നൂറ്റാണ്ടിൽ ഡച്ച് ഗവർണറായ ഹെൻറിക് വാൻഡ്രിഡ് എഴുതി തയ്യാറാക്കിയ ഏകദേശം 742ഓളം കേരളത്തിലെ സസ്യസമ്പത്തിനെ പറ്റി വിശദീകരിക്കുന്ന വിഖ്യാതമായ ലാറ്റിൻ ഗ്രന്ഥമാണ് ഇത്. ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള ആദ്യത്തെ വൃക്ഷമാണ് തെങ്ങ്, അവസാനത്തേത് ആലുമാണ്. ഈ ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് സഹായിച്ച മലയാളി വൈദ്യരെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നല്ലോ, ഇട്ടി അച്യുതൻ. അതുപോലെ ഈ ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. മലയാളത്തിലേക്ക് ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. തിരിച്ച് ക്വസ്റ്റ്യനിലോട്ട് വരാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ലെന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന വിദേശികൾ? ഉത്തരം, ഡച്ചുകാർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടിരുന്ന വിദേശികൾ? ഉത്തരം, ഫ്രഞ്ചുകാർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ചരിത്ര രേഖകളിൽ ഷീമക്കാർ എന്നറിയപ്പെടുന്നത്? ഉത്തരം, ബ്രിട്ടീഷുകാർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്ന വിദേശികൾ? ഉത്തരം, കമന്റ് ചെയ്യുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത? ഉത്തരം, ചട്ടവരിയോലകൾ. ഇത് എഴുതി തയ്യാറാക്കിയത് ദിവാൻ കേണൽ മൺറോ ആണെന്ന കാര്യം കൂടി ഓർക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം? ഉത്തരം, ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15-നാണ് നടക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി? ഉത്തരം, വേണാട് ഉടമ്പടി. 1723 മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നാണ് ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? ഉത്തരം, ഗീഫോർഡ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ബേപ്പൂർ മുതൽ തിരൂര് വരെ നീണ്ടുകിടക്കുന്ന റെയിൽവേ പാത നിർമ്മിച്ച വർഷം? ഉത്തരം, 1861 മാർച്ച് 12. ഇത് നിർമ്മിക്കുന്നത് മദ്രാസ് റെയിൽവേ കമ്പനിയാണ്. ഇത് കേരളത്തിലെ ആദ്യ റെയിൽവേ പാതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം? ഉത്തരം, കുറിച്യ കലാപം. 1812 വയനാട് ജില്ലയിലാണ് നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് രാമനമ്പിയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്? ഉത്തരം, ആയില്യം തിരുനാൾ.
തിരുവിതാംകൂർ രാജവംശത്തെ പറ്റിയുള്ള വിശദമായ ക്ലാസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. 23-ാമത്തെ ക്വസ്റ്റ്യൻ, MC റോഡിന്റെ പണി ആരംഭിച്ച ദിവാൻ. ഉത്തരം രാജാ കേശവദാസ്. ഇദ്ദേഹത്തെയാണ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. 24-ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തി. ഉത്തരം അയ്യങ്കാളി. 25-ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ. ഉത്തരം മുഹമ്മദ് ഹബീബുള്ള സാഹിബ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ച ദിവാൻ. ഉത്തരം ഉമ്മിണിത്തമ്പി. 27-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഉത്തരം ആലപ്പുഴ. 1857 സ്ഥാപിക്കുന്നത്. 28-ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഉത്തരം സംക്ഷേപ വേദാർത്ഥം. ഫാദർ ക്ലെമന്റ് പിയാനിസ് ആണ് ഇത് രചിച്ചത്. 29-ാമത്തെ ക്വസ്റ്റ്യൻ, സെക്രട്ടേറിയറ്റ് പണികഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ. ഉത്തരം ടി മാധവ് റാവു. ഇദ്ദേഹത്തിന്റെ പ്രതിമ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും. 30-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം ഏത്? ഉത്തരം മാഹി. 31-ാമത്തെ ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം. ഉത്തരം സാധുജന പരിപാലിനി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമായാണ് ഇത് അറിയപ്പെടുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണെന്ന കാര്യം അറിയാമല്ലോ. 32-ാമത്തെ ക്വസ്റ്റ്യൻ, അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി. ഉത്തരം പാർവതി നെന്മേനി മംഗലം. 33-ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം. ഉത്തരം 1904. 34-ാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക്. ഉത്തരം പൊന്നാനി. 35-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ ആര്? ഉത്തരം PK ചാത്തൻ മാസ്റ്റർ. 1970 ഇത് സ്ഥാപിക്കുന്നത്. കേരള പുലയ മഹാസഭയുടെ മുഖപത്രം നയലഭം ആണ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആര്? ഉത്തരം C കൃഷ്ണപിള്ള. 1907. 37-ാമത്തെ ക്വസ്റ്റ്യൻ, ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ഡോക്ടർ പൽപ്പു. 38-ാമത്തെ ക്വസ്റ്റ്യൻ, 1902 ഈഴവ അസോസിയേഷൻ ഈഴവ സമാജം സ്ഥാപിച്ചത് ആര്? ഉത്തരം TK മാധവൻ. 39-ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. 40-ാമത്തെ ക്വസ്റ്റ്യൻ, സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ആഗമാനന്ദ സ്വാമി. 41-ാമത്തെ ക്വസ്റ്റ്യൻ, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് ആര്? ഉത്തരം C കേശവൻ. 1935 ഇത് നടക്കുന്നത്. 42-ാമത്തെ ക്വസ്റ്റ്യൻ, കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം. ഉത്തരം ഡോക്ടർ KB മേനോൻ. 1942. 43-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഹോം റൂൾ ലീഗിന്റെ നേതാവ് ആര്? ഉത്തരം KP കേശവ മേനോൻ. ഇദ്ദേഹമാണ് മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ. 44-ാമത്തെ ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. 45-ാമത്തെ ക്വസ്റ്റ്യൻ, മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം K മാധവൻ നായർ. 46-ാമത്തെ ക്വസ്റ്റ്യൻ, മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിത. ഉത്തരം ദുരവസ്ഥ. 47-ാമത്തെ ക്വസ്റ്റ്യൻ, പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ. ഉത്തരം തലയോട്. 48-ാമത്തെ ക്വസ്റ്റ്യൻ, പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലാണ്. ഉത്തരം ഉലക്ക. 49-ാമത്തെ ക്വസ്റ്റ്യൻ, കയ്യൂർ സമരം നടന്ന വർഷം. ഉത്തരം 1941. കാസർഗോഡ് ജില്ലയിലാണ് ഈ സമരം നടക്കുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ, തൃശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരം. ഉത്തരം കുട്ടംകുളം സമരം. 1946 ഈ സമരം നടക്കുന്നത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാർട്ടുമായിട്ട് കാണുന്നവരെ ബൈ.